ശ്രീ ശശി തരൂരിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത്? ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് 2 MLA-മാർക്ക് അസൗകര്യമായിപ്പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ MLA-മാരും നഗരത്തിലുള്ള MLA-മാർ കൂടെ പങ്കെടുത്ത് തന്നെ ഇതിന് മറുപടി പറയണമെന്നാണ് ആഗ്രഹിച്ചത്. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഒരു അഹങ്കാരം നിറഞ്ഞ പ്രസ്താവനയാണ് എന്നുള്ള കാര്യം ഞങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. ആ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് ഇന്ന് മാത്രമല്ല, മുൻപും അദ്ദേഹം ഈ ശൈലിയിലാണ് ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. നമുക്കെല്ലാം അറിയാം, എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പരാമർശം കന്നുകാലി ക്ലാസ് എന്നാണ്. കന്നുകാലികളോട് ഉപമിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ അദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ, പ്രധാന പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് ഉപേക്ഷിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ പോയാലും പ്രചരണ രംഗത്ത് പന്ന്യൻ രവീന്ദ്രന്റെ സാന്നിധ്യം ഒരാളിനും കാണാതെ പോകാൻ കഴിയില്ല. അത്ര കണ്ട് വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം പ്രവർത്തകർ വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഏറ്റെടുത്ത ഒരു കാലഘട്ടമാണ്. പന്ന്യൻ രവീന്ദ്രന്റെ പ്രവർത്തനങ്ങളുമായി അതിന്റെ വിജയത്തിനു വേണ്ടി ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ ജനപ്രതിനിധികളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അംഗം മുതൽ അസംബ്ലിയിലുള്ള ഞങ്ങൾ 6 പേരടക്കം വളരെ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവുമാണ് നടത്തിവരുന്നത്. അങ്ങനെ LDF വളരെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് നഗരത്തിൽ, വിശേഷിച്ച് നഗരത്തിലുള്ള ആർക്കും അറിയുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ മുന്നിൽ പന്ന്യൻ രവീന്ദ്രനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമുക്ക് ആർക്കും കാണാൻ കഴിയും.